നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സുപ്രീം കോടതി നിലപാട് കടുപ്പിച്ചതോടെ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. വൈകിട്ട് 5:30യോടെയാണ് വിവരങ്ങൾ കൈമാറുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയായത്. അതിനിടെ സുപ്രീം കോടതി വിധിക്കെതിരെ അസാധാരണ നീക്കവുമായി ബാർ അസോസിയേഷൻ രംഗത്തെത്തി. വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചു. സുപ്രീം കോടതി അനുവദിച്ച സമയപരിധി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപാണ് SBI വിവരങ്ങൾ കൈമാറിയത്. സുപ്രീം കോടതി ഇന്നലെ നിലപാട് കടുപ്പിച്ചതോടെ ആരംഭിച്ച നടപടിക്രമങ്ങൾ വൈകിട്ട് 5:30യോടെ പൂർത്തിയായി. SBI നൽകിയ വിവരങ്ങൾ ഈ മാസം 15-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. വേണ്ടത്ര വിവരങ്ങൾ SBIയുടെ കൈവശമുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിന്റെ നടപടി. വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിലെ സങ്കീർണത SBI ചൂണ്ടിക്കാട്ടിയെങ്കിലും കോടതി വഴങ്ങിയില്ല. 2019 ഏപ്രിൽ 19 മുതൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കടപ്പത്രം വഴി ലഭിച്ച സംഭാവനയുടെ വിവരങ്ങൾ മാർച്ച് 6-ന് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. സാവകാശം തേടിയ SBI ഇതുവരെ എന്തു ചെയ്തെന്ന് തുറന്നടിച്ച ചീഫ് ജസ്റ്റിസ് കടുത്ത വിമർശനങ്ങളും ഉയർത്തി. അതിനിടെ വിഷയത്തിൽ അസാധാരണ നീക്കവുമായി സുപ്രീം കോടതി ബാർ അസോസിയേഷൻ രംഗത്തെത്തി. വിധി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ബാർ അസോസിയേഷൻ അധ്യക്ഷൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തെഴുതി. പരിശോധന നടത്താതെ ഉത്തരവ് നടപ്പാക്കരുതെന്നാണ് കത്തിലെ ആവശ്യം. 24 ഡൽഹി. പൗരത്വ നിയമ ഭേദഗതി അതായിരുന്നു ഇന്നത്തെ വാർത്താ ദിനത്തെ സജീവമാക്കിയത്. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. നിലവിൽ കോടതിയിലുള്ള ഹർജി പരിഗണിക്കണമോ പുതിയ ഹർജി നൽകണമോ എന്ന കാര്യത്തിൽ നിയമോപദേശത്തിന് ശേഷം തീരുമാനമുണ്ടാകും. കേന്ദ്ര നീക്കത്തിനെതിരെ മുസ്ലിം ലീഗും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിയെ UDF-ഉം കോൺഗ്രസും മുന്നിൽ നിന്ന് ചെറുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ ആദ്യ പിണറായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 14-ന്റെ നഗ്നമായ ലംഘനമാണ് പൗരത്വ നിയമമെന്നായിരുന്നു സർക്കാരിന്റെ പ്രധാന വാദം. ഈ ഹർജി വീണ്ടും മെൻഷൻ ചെയ്യണമോ അതോ പുതിയ ഹർജി നൽകണമോ എന്ന കാര്യത്തിൽ നിയമവശങ്ങൾ പരിശോധിക്കുകയാണ് സർക്കാർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ കോടതിയെ സമീപിക്കും. ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഒന്നും സംസ്ഥാനത്ത് അനുവദിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നടപ്പിലാക്കാതിരിക്കുന്ന നിലപാട് സ്വീകരിക്കും. എന്നിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം എങ്ങനെ അവർ നമുക്ക് നോക്കാം, അന്നേരം നോക്കാം. ജനങ്ങളാണ് ഇതിൻ്റെ എല്ലാം ഗ്യാരണ്ടി, അല്ലാണ്ട് ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശദീകരണമല്ല. കേരളത്തിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ നിയമം നടപ്പിലാക്കുന്നതിലാണ്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് പ്രതിഷേധിച്ചവരോട് ശത്രുക്കളെ പോലെയാണ് സംസ്ഥാന സർക്കാർ പെരുമാറിയതെന്നും വിമർശിച്ചു. CAA-ക്കെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരായി കേസുകൾ പിൻവലിക്കുമെന്ന് ഉറപ്പുകൊടുത്തിട്ട് പോലും 5 കൊല്ലമായി 835 കേസുകളിൽ 69 കേസുകൾ മാത്രമാണ്. 5 കൊല്ലമായിട്ട് ഈ കേസുകൾ പിൻവലിക്കാനുള്ള ചെറുവിരൽ പോലും ഇവരനക്കിയില്ല. കേരളത്തിലും നിയമം നടപ്പാക്കുമെന്ന് BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ. മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ആട്ടിയോടിക്കപ്പെടുന്ന ആളുകൾക്കാർക്കെങ്കിലും ഈ രാജ്യത്ത് പൗരത്വം സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള അവകാശമാണ്, അല്ലാതെ നിലവിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു നിയമമല്ല ഇത്. നിയമം സംസ്ഥാനങ്ങൾ നടപ്പാക്കില്ല എന്നത് ആശ്വാസകരമാണെന്നും യോജിച്ചുള്ള സമരം വേണമോ എന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. വിജ്ഞാപനം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിൽ CPI കക്ഷി ചേരുമെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. അതേസമയം സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിലും പ്രതിഷേധം ശക്തമാവുകയാണ്. രാജ്ഭവനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. തിരുവനന്തപുരം. പൗരത്വ നിയമത്തിനെതിരെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഇന്ന് കണ്ടത്. ഡൽഹി സർവകലാശാലയിൽ പ്രതിഷേധിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൗരത്വത്തെ മതവുമായി ബന്ധിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി. രാജ്യ താൽപര്യം മുൻനിർത്തിയാണ് തീരുമാനം എന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണം. 2019 സമാനമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി രൂപപ്പെടുന്നത്. വിദ്യാർത്ഥി യുവജന സംഘടനകൾ തെരുവിലിറങ്ങി. MSF, SIO, ഐസ തുടങ്ങി വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഡൽഹി സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. മലയാളികൾ ഉൾപ്പെടെ 150ഓളം വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ു. ക്യാമ്പസിനുള്ളിൽ കയറിയാണ് പോലീസ് നടപടി. പീസ്ഫുൾ പ്രൊട്ടസ്റ്റിന് പോലും സമ്മതിക്കുന്നില്ല. എന്ത് അവകാശമാണ് ഈ ചെരുപ്പലാക്കികൾക്ക് നമ്മുടെ സിറ്റിസൺസിനെ ചോദ്യം ചെയ്യാൻ? ഇതിന്റെ അവസാനം വരെ CAA നിർത്തലാക്കുന്നത് തുടർന്നുകൊണ്ട് തന്നെ ആയിരിക്കും.
ചെന്നൈ ചെപ്പോക്ക് പ്രസിഡൻസി കോളേജിൽ SFIയുടെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥി പ്രതിഷേധം. വിവിധ യുവജന സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അസമിൽ വിദ്യാർത്ഥി സംഘടനകൾ CAA വിജ്ഞാപനം കത്തിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. അതിനിടെ പൗരത്വ നിയമത്തെ ന്യായീകരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിഷേധങ്ങൾക്കെതിരെ രംഗത്തെത്തി. അഭയാർത്ഥികളോടുള്ള ഇഷ്ടമല്ല പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നാണ് വിമർശനം. कांग्रेस पार्टी सीए का विरोध करती थी। आजादी के वक्त से कांग्रेस पार्टी और हमारे संविधान निर्माताओं का वादा था कि बांग्लादेश, अफगानिस्तान और पाकिस्तान से जो शरणार्थी आएंगे, जो वहां की प्रताड़ना झेल कर आएंगे, उसको हम നാഗരികത देंगे. പൗരത്വ നിയമത്തെ എതിർക്കുന്ന സംസ്ഥാനങ്ങളുടെ അധികാരത്തെ കവർന്നെടുക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ചട്ടമെന്നും വിജ്ഞാപനമിറക്കിയ സമയം സംശയാസ്പദമെന്നും CPIM പോളിറ്റ് ബ്യൂറോ വിമർശിച്ചു. 24 ഡൽഹി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തലശ്ശേരിയിൽ LDFന്റെ നൈറ്റ് മാർച്ച്. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തലശ്ശേരി നഗരത്തിൽ LDFന്റെ നൈറ്റ് മാർച്ച് പുരോഗമിക്കുകയാണ്. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറാണ് നേതൃത്വം നൽകുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇനി ഏത് നിലയിലാകണം എന്ന നിലയ്ക്കുള്ള ഒരു നിയമം എങ്ങനെയാണ് ടീച്ചർ? അതായത് നമ്മുടെ നാടിന്റെ മതേതരത്വത്തെ തകർക്കുന്ന തീരുമാനങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യം വൈവിധ്യത്തിൽ അധിഷ്ഠിതമായ രാജ്യമാണ്. 5-6 മതങ്ങളുണ്ട് ഇവിടെ, 6400 ജാതികളുണ്ട്, 1600 ഭാഷകളുണ്ട്. ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് എല്ലാവർക്കും തുല്യമായ പൗരാവകാശമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ആ ഭരണഘടനയെ പൊളിക്കുന്ന, അതിനെ അടിച്ചമർത്തുന്ന സമീപനമാണ് പുതിയ പൗരത്വ രജിസ്ട്രേഷൻ നിയമത്തിലൂടെ വരുന്നത്. ആസാമിൽ ഈ പൗരത്വ രജിസ്ട്രേഷൻ നിയമം നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള വേർതിരിവ് നമ്മൾ കണ്ടതാണ്. ഈ രാജ്യത്തെ പൗരന്മാരെ ഏതെങ്കിലും കാരണം പറഞ്ഞ് അവർ പൗരത്വം കൊടുക്കില്ല എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. ഈ അപകടത്തിനെതിരെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ഇന്ത്യൻ ജനങ്ങൾ ഒന്നിച്ചു ചേരണമെന്നാണ് ഈ കൊച്ചു കേരളം ആവശ്യപ്പെടുന്നത്. പൗരത്വ രജിസ്ട്രേഷൻ നിയമം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കില്ല, ഞങ്ങളിത് നടപ്പിലാക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ. അതിനുശേഷം രാജ്യത്തിന്റെ നാനാഭാഗത്തും ഇത്തരത്തിലുള്ള ഒരു പൗരത്വ രജിസ്ട്രേഷൻ നിയമത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വന്നിട്ടുണ്ട്. TN പ്രതാപനെ KPCC വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചു. തൃശൂർ സ്ഥാനത്ത് നിന്നും K മുരളീധരനായി മാറിയതിനു പിന്നാലെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. KPCC നേതൃത്വവുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് പുതിയ പദവി നൽകിയത്. പാർട്ടി എപ്പോഴും എന്തൊരു ജോലി ഏൽപ്പിക്കാൻ പറഞ്ഞാൽ, അത് പോസ്റ്റർ അടിക്കാൻ പറഞ്ഞാൽ, കുഴികുത്താൻ പറഞ്ഞാൽ, മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞാൽ, സമരം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ, പാർട്ടി പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ വിനീത വിധേയനാണ് എളിയാനായ ഞാൻ. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇപ്പം എന്നോട് പാർട്ടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എൻ്റെ അടുത്ത് KPCC വർക്കിംഗ് പ്രസിഡന്റായി എന്നെ ചുമതലപ്പെടുത്തി. അത് ഈ ചുമതല കൂടി ഞാൻ നീതി പുലർത്തും. പാർട്ടിക്ക് വേണ്ടി എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൻ്റെ ഒന്നാമത്തെ ചുമതല തൃശ്ശൂരിൽ K മുരളീധരനെ എനിക്കുണ്ടായതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുക എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ചുമതല. AV ജയശങ്കറുടെ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ജയശങ്കർ. അങ്ങനെ TN പ്രതാപന് പുതിയ ചുമതല, വിവരങ്ങൾ. അതായത് ഈ K മുരളീധരന് വേണ്ടി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മാറിയതിന് പിന്നാലെയാണ് ആ പുതിയ നിയമനം നൽകിയിരിക്കുന്നത്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നതോടുകൂടി തൃശൂരിന്റെ പ്രചരണ ചുമതല കൂടി ഇദ്ദേഹത്തിന് നിർവഹിക്കേണ്ടി വരും. എന്തായാലും ഇതിന് പിന്നാലെ ദേശീയ നേതൃത്വം ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നത്. സംസ്ഥാന നേതൃത്വവുമായി കൂടി ആലോചിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനം. തൃശൂരിൽ നിന്ന് മാറുന്ന ഘട്ടത്തിൽ തന്നെ സംസ്ഥാന നേതൃത്വം ഇത്തരത്തിലൊരു കാര്യം പ്രതാപനുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും TN പ്രതാപൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് പാർട്ടി നൽകുന്ന ഏതൊരു ഉത്തരവാദിത്വവും കൃത്യമായി നിർവഹിക്കും, താനൊരു പാർട്ടി പ്രവർത്തനാണെന്ന നിലപാടാണ്. എന്തായാലും തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് TN പ്രതാപന്റെ പ്രവർത്തനങ്ങൾ നിർണായകമായിരിക്കും. അദ്ദേഹത്തിന് പൂർണ്ണമായൊരു ചുമതല ഉണ്ടാകും. ഉന്മേഷ്. AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. മുൻ മുഖ്യമന്ത്രിമാരായ കമൽനാഥ്, അശോക് ഗെഹ്ലോട്ട് എന്നിവരുടെ മക്കൾ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. BJPയുടെ 2ാം ഘട്ട പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. രാജസ്ഥാനിൽ കോൺഗ്രസ് CPIM സീറ്റ് വിഭജനം പൂർത്തിയായി.
മധ്യപ്രദേശ്, രാജസ്ഥാൻ, അസം, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ 43 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് രണ്ടാം ഘട്ടത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. കമൽനാഥ്, അശോക് ഗെഹ്ലോട്ട് എന്നിവർ വിട്ടുനിന്നപ്പോൾ ചിന്ദ്വാഡ മണ്ഡലം വീണ്ടും കമൽനാഥിന്റെ മകൻ നകുൽനാഥിന് നൽകി. അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ഗെഹ്ലോട്ട് രാജസ്ഥാനിലെ ജലോറ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. 2019 ജോധ്പൂരിൽ നിന്ന് മത്സരിച്ച വൈഭവ് BJPയുടെ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനോട് പരാജയപ്പെട്ടിരുന്നു. BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ രാഹുൽ കസ്വാൻ സിറ്റിംഗ് സീറ്റായ ചുരുവിൽ മത്സരിക്കും. അസമിൽ BJPയുടെ സിറ്റിംഗ് സീറ്റായ ജോർഹട്ടിലാണ് ഗൗരവ് ഗൊഗോയ് ഇക്കുറി മത്സരിക്കുക. ദിഗ്വിജയ് സിംഗ്, ഹരീഷ് റാവത്ത്, സച്ചിൻ പൈലറ്റ് എന്നിവർക്ക് ടിക്കറ്റില്ല. മുൻ മുഖ്യമന്ത്രിമാരെയും മുതിർന്ന നേതാക്കളെയും രംഗത്തിറക്കാനായിരുന്നു ഹൈക്കമാൻഡിന്റെ നേരത്തെയുള്ള തീരുമാനം. രണ്ടാം ഘട്ട പട്ടികയിൽ ജനറൽ വിഭാഗത്തിൽ നിന്ന് 10ഉം SC, ST, OBC വിഭാഗത്തിൽ നിന്ന് 33 പേരും ഇടം പിടിച്ചു. അടുത്ത കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഈ മാസം 15-ന് ചേരും. BJPയും രണ്ടാം ഘട്ട സസ്പെൻസ് സ്ഥാനാർത്ഥി പട്ടിക വൈകാതെ പ്രഖ്യാപിക്കും. രാജസ്ഥാനിലെ സീറ്റ് വിഭജനത്തിൽ ഇന്ത്യ സഖ്യം ധാരണയിലെത്തി. CPIM, ഭാരത് ആദിവാസി പാർട്ടി, ഹനുമാൻ ബനിവാളിന്റെ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി എന്നിവർ ഓരോ സീറ്റിലുമാണ് മത്സരിക്കുക. 24 ഡൽഹി. സംസ്ഥാനത്ത് KSRTCക്ക് കീഴിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ വരുന്നു. സാങ്കേതിക പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ ഗതാഗത മന്ത്രി CMDക്ക് നിർദ്ദേശം നൽകി. ആധുനിക സംവിധാനങ്ങളോടെ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്താനാണ് ആലോചന. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, സംസ്ഥാനത്ത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിവാദം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കൃത്യത അടക്കമുള്ള കാര്യങ്ങളിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് KSRTCയുടെ ചുമതലയിൽ പുതിയ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഗതാഗത വകുപ്പിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്ന പരിശീലന കേന്ദ്രങ്ങളിലൂടെ KSRTCയിലെ വിദഗ്ധരായ ഇൻസ്ട്രക്ടർമാരെ ഉപയോഗിച്ച് ആവശ്യമായ അധിക പരിശീലനം ഉൾപ്പെടെ നൽകി അതാതിടങ്ങളിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം ഒരുക്കി ലൈസൻസ് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ സാങ്കേതിക വശമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു വിശദമായ സാങ്കേതിക പരിശോധന റിപ്പോർട്ട് നൽകാൻ KSRTC CMDയോട് ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും ആധുനികമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കുക, മാത്രമല്ല കുറഞ്ഞ നിരക്കിൽ സേവനം ഉറപ്പാക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ ഗതാഗത വകുപ്പ് ലക്ഷ്യം വെക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ CMDയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഗതാഗത വകുപ്പിൽ നിന്ന് അന്തിമ തീരുമാനം ഉണ്ടാകും. ഉന്മേഷ്. ശരി ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ഹരിയാന മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി സത്യപ്രതിജ്ഞ ചെയ്തു. 5 MLAമാരും മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാറും പങ്കെടുത്തു. JGPയുടെ 4 MLAമാർ ചടങ്ങിൽ പങ്കെടുത്ത് സൈനിക്ക് പിന്തുണ നൽകി. രാജിവെച്ച മനോഹർലാൽ ഖട്ടാർ ലോക്സഭയിലേക്ക് മത്സരിക്കും. BJP MLAമാരായ കൻവർപാൽ ഗുജ്ജർ, മൂൽചന്ദ് ശർമ്മ, ജയപ്രകാശ് ലാൽ, ബൻവാരി ലാൽ, സ്വതന്ത്ര MLAയായ രഞ്ജിത് സിംഗ് എന്നിവരും മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തു. BJP JJP സഖ്യം തകർച്ചയുടെ വക്കിൽ നിൽക്കെ JJPയിൽ 4 MLAമാർ സൈനിയെ പിന്തുണച്ചു. ലോക്സഭാ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഇരു പാർട്ടികളും തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകളിലെ അഭിപ്രായ ഭിന്നതയാണ് സഖ്യത്തിന്റെ തകർച്ചയിലേക്ക് വഴിവെച്ചത്. ഖട്ടർ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം മൂർച്ഛിച്ചതും നേതൃമാറ്റത്തിന് കാരണമായെന്നാണ് വിവരം. മനോഹർലാൽ ഖട്ടറിന് ലോക്സഭാ സീറ്റ് നൽകിയേക്കും എന്നും സൂചനകളുണ്ട്. 24 ഡൽഹി. വാർത്താമഴയിലേക്ക് തിരികെ. സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകാൻ നിർദ്ദേശിച്ച് സുപ്രീം കോടതി. കേരളത്തിന് എത്ര തുക അടിയന്തരമായി നൽകാൻ കഴിയുമെന്ന് നാളെ അറിയിക്കാൻ കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. പ്രഖ്യാപിച്ച 13,600 കോടി രൂപ സഹായത്തിൽ 8,000 കോടി രൂപ ഇതിനോടകം തന്നെ സംസ്ഥാനത്തിന് നൽകിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് കേരളം. കടമെടുപ്പ് പരിധി ഉയർത്തിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. ഇക്കാര്യത്തിൽ അനുഭാവപൂർവമായ പ്രത്യേക പരിഗണന വേണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കേരളത്തിന്റേത് പ്രത്യേക സാഹചര്യമായി കണ്ട് ഈ മാസം 31-നുള്ളിൽ ഒറ്റത്തവണ സഹായ പദ്ധതി രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതി നിർദ്ദേശത്തെ സംസ്ഥാന സർക്കാരും CPIM-ഉം സ്വാഗതം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തിന് ഈ മാർച്ച് വരെ കിട്ടേണ്ട പണത്തിന്റെ ഉൾപ്പെടെ പ്രശ്നമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കോടതി പറഞ്ഞു വളരെ ശുഭകരമായ കാര്യമായിട്ട് കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനൊരു വിവാദം ഉണ്ടാവാനും മറ്റു തർക്കങ്ങളൊന്നുമില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ കാര്യം തന്നെയാണ് ഏത് സമയത്തും കേരളം പറയുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് കേരളത്തോട് തോന്നുന്നൊരു മമതയില്ലേ, ഒരു ജാഗ്രത, അതില്ലാത്തവരായിപ്പോയോ കേരളത്തിലെ UDF? ഏതായാലും സുപ്രീം കോടതിക്ക് തോന്നിയിരിക്കുന്നു കൊടുക്കേണ്ടതാണെന്ന്. കേന്ദ്രത്തിന്റെ രാഷ്ട്രീയം, UDFന്റെ രാഷ്ട്രീയം, അത് ഒന്നുകൂടി തുറന്നു കാട്ടപ്പെടുകയാണ്.
സുപ്രീംകോടതി ഇടപെടലിലൂടെ കേരളത്തിന്റെ ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കപ്പെട്ടുവെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. അപ്പോൾ അതിന്റെ ഭരണഘടനാ പ്രശ്നങ്ങൾ വിശദമായി കേൾക്കേണ്ടതാണെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടത് എങ്ങനെയാണ്, യൂണിയൻ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യാം, അവരുടെ ഭാഗങ്ങൾ ഞങ്ങളുടെ ഭാഗങ്ങളെല്ലാം കേട്ടെത്തേണ്ടതാണ്. ഇത് പ്രിമോഫേസി അവർക്ക് കാണുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അടിയന്തരമായി കേരളത്തെ സഹായിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഇത് പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ് ഭരണഘടനാപരമായി. ഒരു ഫെഡറൽ സ്ട്രക്ചറിനകത്ത് യൂണിയൻ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾ, അത് സുപ്രീം കോടതി ഇപ്പോൾ ഉൾക്കൊണ്ട് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. 10 ദിവസത്തിനുള്ളിൽ ഇളവ് പരിഗണിക്കണമെന്ന നിർദ്ദേശത്തിൽ കേന്ദ്രം നാളെ മറുപടി അറിയിക്കും. 32,432 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാൻ കഴിയുക. 24 ഡൽഹി. രാജ്യത്തിന്റെ സൈനിക കരുത്ത് വിളംബരം ചെയ്ത് പൊക്രാനിൽ സംയുക്ത അഭ്യാസ പ്രകടനം. ഭാരത് ശക്തിക്ക് സാക്ഷ്യം വഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരുത്തറിയിച്ച് തദ്ദേശീയം വികസിപ്പിച്ച ആയുധങ്ങളും കവചിത വാഹനങ്ങളും. പ്രൗഢമായ സദസ്സിനെ സാക്ഷിയാക്കിയാണ് ഭാരത് ശക്തി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അഗ്നി 5ന്റെ വിജയം രാജ്യത്തിന്റെ പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കാലങ്ങളായി ഉണ്ടായിരുന്ന ശൈലികൾ മാറിയപ്പോൾ ഇന്ത്യൻ സൈന്യം കൂടുതൽ പ്രാഗൽഭ്യം നിറഞ്ഞതായി മാറി. രാജ്യത്തിന്റെ സ്വയം പര്യാപ്ത സൈനിക ശാക്തിക ഉദ്യമങ്ങൾ വിവരിക്കുന്നതാണ് ഭാരത് ശക്തി പ്രദർശനം. T-90 ടാങ്കുകൾ, ധനുഷ്, സാരംഗ് ഗൺ സിസ്റ്റംസ്, ആകാശ് ആയുധ സംവിധാനം, ലോജിസ്റ്റിക് ഡ്രോണുകൾ, റോബോട്ടിക് മ്യൂൾസ്, അത്യാധുനിക ലഘു ഹെലികോപ്റ്റർ, ആളില്ല ആകാശവാഹനങ്ങൾ തുടങ്ങിയവ അഭ്യാസത്തിന്റെ ഭാഗമായി. നാവികസേനയുടെ ആന്റി ഷിപ്പ് മിസൈലുകൾ, ചരക്ക് നീക്കം നടത്തുന്ന സ്വയം പ്രവർത്തിക്കുന്ന ഗഗനയാനങ്ങൾ എന്നിവയും ഭാരത് ശക്തിയിൽ അണിനിരന്നു. സമകാലിക വെല്ലുവിളികളെ തദ്ദേശീയ പ്രതിവിധികളിലൂടെ നേരിടുക എന്നതാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ശേഷിയുടെ അതിജീവന ശേഷിയും നവീകരണവും ഭാരത് ശക്തി പ്രദർശനം വിവരിക്കുന്നു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഇനി വാർത്താമഴ കടക്കുന്ന ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കണ്ണൂർ ചെറുപുഴയിൽ CPIM കോൺഗ്രസ് സംഘർഷം. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് ചൊല്ലിയാണ് തർക്കമുണ്ടായത്. സ്ഥലത്തിപ്പോൾ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന്. സജോ, ഒരു സംഘർഷാവസ്ഥയുണ്ടോ നിലവിൽ? ഉന്മേഷ, സ്ഥലത്ത് ഇപ്പോഴും സംഘർഷ സാഹചര്യം തുടരുകയാണ്. കണ്ണൂർ ചെറുപുഴ മേലെ ബസാറിലാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായത്. മേലെ ബസാറിൽ ഇതേ സ്ഥലത്ത് കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വലിയ പ്രചാരണ ബോർഡ് സ്ഥാപിച്ചിരുന്നു. അതിനോട് ചേർന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ബാനർ പ്രചാരണ ബോർഡും കോൺഗ്രസ് പ്രവർത്തകർ എത്തി സ്ഥാപിച്ചു. ഈ രണ്ട് ബോർഡുകളും അവിടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വലിയ തർക്കമുണ്ടായത്. പ്രവർത്തകർ ചേരി തിരിഞ്ഞ് വലിയ വാക്കേറ്റം നടന്നു. അതിന് പിന്നാലെ സ്ഥലത്ത് ചെറുപുഴ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തേക്ക് എത്തി. ഇവർ പോലീസ് ഇടപെട്ട് ഒരു സമവായം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെ തർക്കവും കയ്യാങ്കളിയിലേക്ക് വഴിമാറുന്ന സാഹചര്യം ഉണ്ടായി. പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയി. പോലീസ് ഇടപെട്ടാണ് വലിയ സംഘർഷത്തിലേക്ക് വഴിമാറാതെ പ്രശ്നം ഏറെക്കുറെ സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ഇരുവിഭാഗവും അവരുടെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിന്നു. ആദ്യം പ്രചാരണ ബോർഡ് സ്ഥാപിച്ചതിനോട് തൊട്ടു ചേർന്ന് സ്ഥാപിക്കുന്നതിനെയാണ് ഒരു വിഭാഗം എതിർത്തത്. മറുവിഭാഗം എവിടെയും സ്ഥാപിക്കാനുള്ള അവകാശമുണ്ട് എന്ന നിലപാടും സ്വീകരിച്ചു. പോലീസ് പക്ഷേ തർക്കമില്ലാതെ ഇരു വിഭാഗവും, അതായത് കോൺഗ്രസ് പ്രവർത്തകരും LDF പ്രവർത്തകർ നിലവിൽ തന്നെ അവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് ബോർഡ് സ്ഥാപിക്കാൻ പോലീസ് കോൺഗ്രസ് പ്രവർത്തകരോട് നിർദ്ദേശിച്ചു. പക്ഷേ ഇതിനെ ചൊല്ലിയാണ് വലിയ തർക്കമുണ്ടായത്. അവിടെയുള്ള ചുമട്ട് തൊഴിലാളി യൂണിയന്റെ ഭാഗമായ ഇരു INTUC-ക്കും CITU-വിനും അവിടെ പ്രവർത്തകരുണ്ട്. അവരും ആണ് ആദ്യം ആ തർക്കത്തിൽ നിന്ന്. ശരി സജോ, ഏതായാലും നിലവിൽ പോലീസ് സംഘം ഇപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചില തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൂടി നോക്കാം. തമിഴ്നാട്ടിൽ CPIM മത്സരിക്കുന്ന മണ്ഡലങ്ങൾ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണ മത്സരിച്ച കോയമ്പത്തൂർ ഇത്തവണ DMK ഏറ്റെടുക്കും. പകരം ദിണ്ടിഗൽ മണ്ഡലം നൽകി. അതിനിടെ കഴിഞ്ഞ ദിവസം NDS സഖ്യത്തിലെത്തിയ ശരത് കുമാറിന്റെ സമത്വ മക്കൾ കക്ഷി BJP-യിൽ ലയിച്ചു. CPIM-ന് കോയമ്പത്തൂർ മണ്ഡലം നൽകുന്നത് സംബന്ധിച്ച നേരത്തെ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. കമൽഹാസന്റെ മക്കൾ നീതി മയ്യം DMK സഖ്യത്തിലെത്തുമ്പോൾ അവർക്ക് കോയമ്പത്തൂർ നൽകുമെന്നായിരുന്നു ആദ്യ സൂചനകൾ. എന്നാൽ രാജ്യസഭാ സീറ്റ് നൽകുമെന്ന ധാരണയിൽ MNM സഖ്യത്തിലെത്തി. ഇതോടെ CPIM രണ്ടാം തവണയും കോയമ്പത്തൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. എന്നാൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലയുടെ പേര് കോയമ്പത്തൂരിൽ ഉയർന്നു വന്നതോടെയാണ് CPIM-ൽ നിന്ന് മണ്ഡലം DMK ഏറ്റെടുത്തതെന്നാണ് സൂചന. കഴിഞ്ഞ തവണ മത്സരിച്ച മധുരയിൽ ഇക്കുറിയും CPIM സ്ഥാനാർത്ഥി തന്നെ നിൽക്കും. സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ DMK സഖ്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി കഴിഞ്ഞു. 21 സീറ്റുകളിലാണ് ഇത്തവണ DMK മത്സരിക്കുക. പുതുച്ചേരി ഉൾപ്പെടെ 10 സീറ്റുകൾ കോൺഗ്രസിനും നൽകിയിട്ടുണ്ട്.
അതിനിടെ കഴിഞ്ഞ ദിവസം NDA സഖ്യത്തിലെത്തിയ നടൻ ശരത് കുമാറിന്റെ പാർട്ടിയായ സമത്വ മക്കൾ കക്ഷി BJPയിൽ ലയിച്ചു. ചെന്നൈയിൽ നടത്തിയ പരിപാടിയിലാണ് ലയനം പ്രഖ്യാപിച്ചത്. ചെറിയ പാർട്ടികളെ സഖ്യത്തിലെത്തിക്കാനുള്ള ശ്രമം BJP തുടരുകയാണ്. പാട്ടാളി മക്കൾ കക്ഷിയുമായുള്ള ചർച്ച ഇനിയും എങ്ങും എത്തിയിട്ടില്ല. മുൻ മുഖ്യമന്ത്രി O. പനീർശെൽവവും BJPയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. 24 ചെന്നൈ. വേനൽ കടുത്തതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുകയാണ്. വൈദ്യുതി ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് കടന്നു. വൈകിട്ട് മുതലുള്ള ഉപയോഗം സർവകാല റെക്കോർഡിലാണ്. വേനൽ രൂക്ഷമായതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗവും വർദ്ധിക്കുകയാണ്. ഇന്നലെ സംസ്ഥാനത്ത് ഉപയോഗിച്ചത് 100.16 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. 2023 ഏപ്രിൽ 19 ഉപയോഗിച്ച 102.99 ദശലക്ഷം യൂണിറ്റാണ് സർവകാല റെക്കോർഡ്. എന്നാൽ ഇത്തവണ മാർച്ച് ആകുമ്പോഴേക്കും ഉപയോഗം 100 ദശലക്ഷം പിന്നിട്ടു. വൈകിട്ട് 6 മുതൽ 11 വരെ ഉപയോഗം സർവകാല റെക്കോർഡിലായിരുന്നു. 5031 മെഗാവാട്ട് വൈദ്യുതിയാണ് ഈ സമയത്ത് ഉപയോഗിച്ചത്. 2023 ഏപ്രിൽ 18 ഉപയോഗമായ 5024 മെഗാവാട്ടാണ് ഇന്നലെ മറികടന്നത്. ചൂട് കൂടുന്നതിനാൽ AC-യുടെ ഉപയോഗം കൂടുന്നതാണ് ഇതിന് കാരണമെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗം വൈദ്യുതി ബോർഡിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ ഉപയോഗിച്ചതിൽ 78 ദശലക്ഷം യൂണിറ്റും പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഉപയോഗം വീണ്ടും വർദ്ധിച്ചാൽ കൂടുതൽ വൈദ്യുതി വാങ്ങുകയോ താൽക്കാലിക നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയോ ചെയ്യേണ്ടി വരുമെന്നാണ് ബോർഡിൻ്റെ നിലപാട്. വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വൈകിട്ട് 6 മുതൽ 11 മണിവരെ ജനങ്ങൾ ഉപയോഗം നിയന്ത്രിക്കണമെന്നാണ് ബോർഡിൻ്റെ നിർദ്ദേശം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന. ബാലഭിക്ഷാടനവും ബാലവേലയും വ്യാപകമാകുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. കിഴക്കേക്കോട്ടയിൽ ബാലവേലയിൽ ഏർപ്പെട്ടിരുന്ന 15-കാരനെ ശിശുക്ഷേമ സമിതിയുടെ കേന്ദ്രത്തിലേക്ക് മാറ്റി. കുട്ടിക്ക് 2 ആഴ്ച കൗൺസിലിംഗ് നൽകും. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ മേഖലകളിൽ ബാലഭിക്ഷാടനവും ബാലവേലയും വ്യാപകമെന്ന് കാണിച്ച് CWCക്കും ചൈൽഡ് ലൈനുമാണ് വ്യാപക പരാതികൾ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ മിന്നൽ പരിശോധന. ഈഞ്ചക്കൽ, അട്ടക്കുളങ്ങര, ഓവർബ്രിഡ്ജ്, പുത്തരിക്കണ്ടം, വഞ്ചൂർ മേഖലകളിൽ പരിശോധന നടത്തി. ഇതിനിടെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ സോപ്പ് വിൽപ്പനയിൽ ഏർപ്പെട്ട 15-കാരനെ കണ്ടെത്തി. വലിയതുറ സ്വദേശിയായ ബാലനെ CWCയുടെ സംരക്ഷണയിലേക്ക് മാറ്റി. ഇപ്പോൾ ഒരു കുട്ടിയെ നമുക്ക് സോപ്പ് വിൽക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയതുറ ഭാഗത്തു നിന്നുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ ചോദിച്ചതെന്ന് മനസ്സിലാക്കിയത് കുട്ടിയുടെ വീട്ടിൽ വിളിച്ചിരുന്നു. വീട്ടിൽ അമ്മ പറയുന്നതൊന്നും അനുസരിക്കാറില്ല, അവൻ്റെ ഇഷ്ടത്തിന് വന്നതാണെന്നാണ് അമ്മ പറഞ്ഞത്. ഇപ്പം നമ്മുടെ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ആ കുട്ടിയെ നമ്മൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഹാജരാക്കുന്നു. ശേഷം ഉള്ള നടപടികളൊക്കെ അവിടെ നിന്നാണ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നാണ് ഉണ്ടാവുക. 15-കാരൻ്റെ മാതാപിതാക്കളെ CWC വിളിച്ചു വരുത്തി. 2 വർഷമായി ബാലൻ കിഴക്കേക്കോട്ടയിൽ സോപ്പ് കച്ചവടം നടത്തുകയായിരുന്നുവെന്നാണ് CWCയുടെ കണ്ടെത്തൽ. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കും വരെ CWC സംരക്ഷിക്കാമെന്ന് അറിയിച്ചെങ്കിലും മാതാവ് വഴങ്ങിയില്ല. തുടർന്ന് ബാലനെ 2 ആഴ്ചത്തെ കൗൺസിലിംഗിന് വിട്ടു. വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ തീരുമാനം. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് തിരികെ. ഇനി പുണ്യനാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. റമദാനിലെ ആദ്യ നോമ്പ് ദിനം പൂർത്തിയായി. ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ആദ്യ ദിനത്തിലെ ഊർജവുമായി 2ാം നോമ്പിന് ഒരുങ്ങുകയാണ് വിശ്വാസം. എട്ട് മണിക്കുള്ള ഭക്ഷണമില്ല, 1 മണിൻ്റെ ഭക്ഷണമില്ല. അപ്പം മൊത്തത്തിൽ ശരീരം തണുപ്പ. ഈ നോമ്പിനൊരു പ്രത്യേകത അതാണ്, മനസ്സിലായില്ല? ചൂട് പുറത്തുണ്ടാവും, പക്ഷെ ഉള്ളിൽ ഭക്ഷണത്തണം. കടുത്ത ചൂടൊന്നും വിശ്വാസികളെ ബാധിച്ചില്ല. വ്രതത്തിനൊപ്പം ഖുർആൻ പാരായണവും പ്രാർത്ഥനകളുമായി വീടുകളും പള്ളികളും സജീവം. നോമ്പ് തുറക്കാൻ പള്ളികളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഉള്ളത് യാത്രക്കാർക്കും അനുഗ്രഹം. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പള്ളികളിൽ നോമ്പ് തുറക്കാൻ എത്തുന്നത്. नवाफिल की तरफ भी हमें ध्यान देने की कोशिश करनी चाहिए. अल्लाह तबारक व तआला हमें ज़्यादा से ज़्यादा अमल करने की तौफीक अता फरमाए. പൊതുവെ ഒഴിഞ്ഞുകിടക്കുന്ന പള്ളികൾ റമദാനിൽ വിശ്വാസികളാൽ നിറയുകയാണ്. ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. റമദാന്റെ ഭാഗമായുള്ള പ്രഭാഷണ പരമ്പരകൾക്കും തുടക്കമായിട്ടുണ്ട്. 24 കോഴിക്കോട്.
മൂന്നാറിലെ പടയപ്പയെ നിയന്ത്രിക്കാൻ പ്രത്യേക വനംവകുപ്പ് സംഘത്തെ നിയോഗിക്കാൻ ഇടുക്കിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനം. വന്യജീവി ആക്രമണം തടയാൻ കൂടുതൽ പദ്ധതികൾ ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തും. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം തുടരുകയാണ്. മറയൂരിൽ കാട്ടുപോത്താക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. പന്നിയാറിൽ ചക്കക്കൊമ്പൻ റേഷൻ കട തകർത്തു. പൂപ്പാറിൽ വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഇടുക്കി രൂപത പ്രതിഷേധിച്ചു. 2 മാസത്തിനിടെ 5 പേർ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സർവകക്ഷി യോഗം ചേർന്നത്. RRT വിപുലീകരിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ സർവകക്ഷി യോഗത്തിലെടുത്തു. ഇവിടെ RRT ടീം ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നിലവിൽ 10 RRT ടീമുകളും 2 സ്പെഷ്യൽ ടീമുകളുമാണ് ജില്ലയിലുള്ളത്. അതിനെ ശക്തിപ്പെടുത്തുന്നതിനും സേവനം കൃത്യതയോടുകൂടി ലഭ്യമാക്കുന്നതിനും ഇതിനോടകമായി തന്നെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. ഇന്നലെ രാത്രി 8:30യോടെയാണ് കൃഷിയിടത്തിൽ വെച്ച് മറയൂർ മംഗളംപാറ സ്വദേശി അന്തോണി മുത്തു തങ്കയ്യനെ കാട്ടുപോത്ത് ആക്രമിക്കുന്നത്. കാലിന് ഗുരുതര പരിക്കേറ്റ അന്തോണി ചികിത്സയിലാണ്. ഇന്ന് പുലർച്ചെയായിരുന്നു പന്നിയാറിലെ റേഷൻ കടയ്ക്ക് നേരെയുള്ള ചക്കക്കൊമ്പന്റെ ആക്രമണം. അരിക്കൊമ്പൻ 12 തവണ തകർത്ത റേഷൻ കട 5 മാസം മുമ്പാണ് പുതുക്കി പണിതത്. ചുറ്റും സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗും ആന തകർത്തു. മുൻ അനുഭവങ്ങൾ വെച്ച് സർവകക്ഷി യോഗത്തിൽ പ്രത്യാശയില്ലെന്ന് ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ. മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ സർവകക്ഷി യോഗത്തിൽ വലിയ പ്രത്യാശയില്ല. പക്ഷേ ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ജനരോഷം കണക്കിലെടുത്ത് സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കുവാനായിട്ടുള്ള ഇച്ഛാശക്തി സർക്കാർ കാണിക്കണം. വന്യജീവി ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം അടിയന്തരമായി വേണമെന്നാവശ്യപ്പെട്ടാണ് ഇടുക്കി രൂപത പൂപ്പാറയിൽ ബഹുജന റാലി നടത്തിയത്. 24 ഇടുക്കി. തമിഴ്നാട് ചെങ്കൽപ്പെട്ടിൽ ബസിന്റെ ഫുട്ബോളിൽ യാത്ര ചെയ്തിരുന്ന 4 വിദ്യാർത്ഥികൾ ലോറി ഇടിച്ചു മരിച്ചു. ബസിന്റെ പടിയിൽ നിന്ന് വീണ വിദ്യാർത്ഥികളെ ശരീരത്തിലൂടെ കണ്ടെയ്നർ ലോറി കയറുകയായിരുന്നു. 5 പേർക്ക് പരുക്കുണ്ട്. ഇന്ന് രാവിലെ മധുരാന്തകം തിരുനാവലൂരിലാണ് സംഭവം. പ്രദേശത്തെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികളായ ധനുഷ്, മോനീഷ്, കമലേഷ്, രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. 3 പേർ സംഭവസ്ഥലത്തും രഞ്ജിത്ത് ആശുപത്രിയിലുമാണ് മരിച്ചത്. 5 പേരെ സാരമായ പരിക്കുകളോടെ ചെങ്കൽപ്പെട്ട് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിൽ വലിയ തിരക്കായതിനാൽ കുട്ടികൾ പടിക്കെട്ടിൽ നിന്നാണ് യാത്ര ചെയ്തിരുന്നത്. മുൻപിലുണ്ടായിരുന്ന വാഹനം ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് ഡ്രൈവർ ബസ് ഇടത്തോട്ടെടുക്കുകയായിരുന്നു. ഇതോടെയാണ് കണ്ടെയ്നർ ലോറിയിൽ ഉരസിയത്. ഈ സമയം പടിക്കെട്ടിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. സംഭവത്തിൽ ചെങ്കൽപ്പെട്ട് പോലീസ് കേസെടുത്തു. 24 ചെന്നൈ. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്. നമസ്കാരം.